ഡൗൺ സിൻഡ്രോം രോഗത്തോട് പൊരുതുമ്പോഴും ആഭരണ നിർമ്മാണത്തിലൂടെ സ്വന്തമായ വരുമാനം കണ്ടെത്തുകയാണ് 4ാം ക്ലാസ് വിദ്യാർത്ഥി. തൃശൂർ അരിമ്പൂർ സ്വദേശിയായ ശ്രീപദാണ് പരിമിതികളെ മറികടന്ന് മുന്നേറുന്നത്. 11 വയസ്സ് മാത്രമുള്ള ശ്രീപദ് നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് നിരവധി ആവശ്യക്കാരാണ് സംസ്ഥാനത്തിനകത്തും പുറത്തുമുള്ളത്. അരിമ്പൂർ ഗവൺമെന്റ് UP സ്കൂളിലാണ് 4ാം ക്ലാസ് വിദ്യാർത്ഥിയായ ശ്രീപദ് പഠിക്കുന്നത്. ഡൗൺ സിൻഡ്രോം എന്ന രോഗാവസ്ഥയെ അതിജീവിച്ച് മുന്നോട്ടു പോകുമ്പോഴും പഠനത്തിലും പാഠ്യേതര പ്രവർത്തനങ്ങളിലും ഒരുപോലെ മികവ് പുലർത്തുന്നു എന്നതാണ് ശ്രീപദിനെ വ്യത്യസ്തനാക്കുന്നത്. എല്ലാ ദിവസവും മുടങ്ങാതെ സ്കൂളിലെത്തുന്ന ഈ കൊച്ചുമിടുക്കൻ സ്കൂൾ വിട്ടുകഴിഞ്ഞാൽ നീന്തൽ പരിശീലനവും യോഗയുമെല്ലാം അഭ്യസിക്കാറുണ്ട്. ഇതിനിടയിൽ സമയം കണ്ടെത്തിയാണ് ആഭരണ നിർമ്മാണം നടത്തുന്നത്. വിവിധ വർണ്ണങ്ങളിലുള്ള മുത്തുകൾ ക്രമപ്പെടുത്തി കലാപരമായി നൂലിഴകളിൽ കോർത്ത് ഭംഗിയുള്ള മുത്തുമാലകൾ ശ്രീപദ് നിർമ്മിക്കും. കമ്മൽ, മാല തുടങ്ങിയ ഫാൻസി ആഭരണങ്ങളും കൂട്ടത്തിലുണ്ട്. ശ്രീപദിന്റെ അമ്മ നീതുവാണ് എല്ലാ കാര്യങ്ങൾക്കും സഹായമായി കൂടെയുള്ളത്. നിർമ്മിച്ച വസ്തുക്കൾ ഭംഗിയായി പാക്ക് ചെയ്യാനും വിപണനം നടത്താനും അമ്മയാണ് സഹായത്തിനുള്ളത്. അവൻ്റെ പഠനത്തോടൊപ്പം തന്നെ അവൻ്റെ സിറ്റിംഗ് ടോളറൻസ്, അതുപോലെ തന്നെ ഹാൻഡ് ഐ കോർഡിനേഷൻ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാമെന്ന് ആലോചിച്ചപ്പോഴാണ് ഇതുപോലെയുള്ള ഹാൻഡ് ബാൻഡ്സുകൾ ഉണ്ടാക്കി തുടങ്ങിയത്. അതിന് ഒരു നല്ലൊരു വരുമാനം അവനിപ്പോൾ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് എക്സിബിഷൻസിൽ പോവുക, അത്രയും നേരം ക്ഷമയോടുകൂടി ഇരിക്കുക, അതൊക്കെ ഇവനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ടാസ്ക് ആയിരുന്നു. അപ്പോൾ അതൊക്കെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് കൊടുക്കുമ്പോൾ നമുക്ക് സാധിക്കുന്നുണ്ട്. തൃശൂർ നഗരത്തിലെ ഏതാനും കടകളിലും ഗോവയിലും ഓൺലൈനിലുമായി ശ്രീപദ് നിർമ്മിക്കുന്ന ഫാൻസി ആഭരണങ്ങൾ വിറ്റഴിക്കുന്നു. ശ്രീപദ്സ് ലവ് ബാൻഡ് എന്ന പേരിൽ പുറത്തിറക്കുന്ന ആഭരണങ്ങൾക്ക് ആവശ്യക്കാരേറെയാണ്. ആഭരണ നിർമ്മാണത്തിലൂടെ ലഭിക്കുന്ന വരുമാനം തന്റെ സ്കൂളിലെ PTA ഫണ്ടിലേക്കാണ് ഈ കൊച്ചുമിടുക്കൻ കൈമാറുന്നത്. മാതാപിതാക്കളായ നീതുവും ശ്രീനിതും മുത്തശ്ശി ശാന്തകുമാരിയുമാണ് ശ്രീപദിന് പിന്തുണയുമായി എപ്പോഴും കൂടെയുള്ളത്. ന്യൂസ് മലയാളം, തൃശൂർ.